വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഭാരതീയ സാക്ഷ്യ അധിനിയം, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റിപ്പീൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം. അതിൽ ഇലക്ട്രോണിക് എവിഡൻസുകളെ കുറിച്ച് പറയുന്നത് എന്താണ് എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോ ബേസിക്കലി ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന അതേ കാര്യത്തിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് ഈ BSA അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഒരുവിധം എല്ലാ പ്രൊവിഷൻസിനെയും അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. വളരെ കുറച്ച് മാറ്റങ്ങൾ ചെറിയ ചില സെക്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുക മാത്രമാണ് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ അതിൽ ഈ ഡോക്യുമെന്ററി എവിഡൻസിനെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എന്താണോ പറഞ്ഞിരുന്നത് അതിനെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഡോക്യുമെന്ററി എവിഡൻസിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സും ഇൻക്ലൂഡഡ് ആവും എന്നാണ് ഈ BSA പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നത് പോലെ ഈ ഡോക്യുമെന്ററി എവിഡൻസിനെ എവിഡൻസ് ആക്ട് രണ്ട് തരം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും. അതായത് കോടതിയിൽ നമ്മൾ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അഡ്മിസിബിലിറ്റി ആണ് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നത് ബാധിക്കുന്നത്. അപ്പൊ പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പ്രൈമറി എവിഡൻസ്. അത് കോടതിയിൽ അഡ്മിസിബിൾ ആണ്. ഓക്കെ, എന്നാൽ സെക്കൻഡറി എവിഡൻസ് സാധാരണയായിട്ട് അതിന്റെ കോപ്പികളാണ്. അപ്പൊ ഈ സെക്കൻഡറി എവിഡൻസുകൾ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ കണ്ടന്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ അഡ്മിസിബിൾ ആയി ഉപയോഗിക്കാം. പക്ഷെ അപ്പോൾ പോലും അത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാത്രമാണ് അത് അഡ്മിസിബിൾ ആവുന്നത്, ഇത്തരത്തിലുള്ള കോപ്പികൾ. ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള നിയമം. ഓക്കെ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അർജുൻ പണ്ഡിത് റാവു ഖോഡ്കർ വേഴ്സസ് കൈലാഷ് കൃഷ്ണറാവു ഗരത്ലാൽ 2020 സുപ്രീം കോടതി അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. പറഞ്ഞത് എന്താ വെച്ചാൽ, കാരണം പലപ്പോഴും ടെക്നോളജി പ്രോഗ്രസ് ചെയ്തപ്പോൾ, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്ന കാലത്തെ പോലെയല്ല, പിന്നീട് കമ്പ്യൂട്ടറുകൾ വന്നു, ലാപ്ടോപ്പുകൾ വന്നു, മൊബൈൽ ഫോണുകൾ വന്നു, ഓഡിയോ വീഡിയോ അത്തരത്തിലുള്ള തെളിവുകൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോടതികൾ എന്ത് മെത്തേഡാണ് അല്ലെങ്കിൽ എന്ത് റൂളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നത് ഈ കേസിൽ കോടതി കൃത്യമായിട്ട് പറഞ്ഞു. കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് അത് കമ്പ്യൂട്ടറിൽ ഉള്ളതാണെങ്കിൽ, അതായത് ഒറിജിനൽ സോഴ്സിലുള്ള ആ ഒരു ഡോക്യുമെന്റ്, അത് പ്രൈമറി എവിഡൻസ് ആണ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ, മൊബൈൽ ഫോണിനകത്തുള്ള ഡേറ്റ, ക്യാമറയ്ക്കകത്തുള്ള ഡേറ്റ, ഇത് പ്രൈമറി എവിഡൻസ് ആണ്. എന്നാൽ അതിന്റെ കോപ്പികൾ, അത് ഫിസിക്കൽ ഫോമിൽ പ്രിന്റ് ഔട്ട് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ അതിന്റെ കോപ്പികൾ സെക്കൻഡറി എവിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുന്നത്? കോടതിയിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കാണിക്കുക ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒറിജിനൽ ഡിവൈസ് കോടതികളിൽ അഡ്മിസിബിൾ ആവുന്ന ഒരു എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് സെക്ഷൻ 65A and B ഇന്ത്യൻ എവിഡൻസ് ആക്ടില് ഇതിന്റെ അഡ്മിസിബിലിറ്റിക്ക് ഒരു വഴി കണ്ടെത്തിയത് എന്താന്ന് വെച്ചാൽ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, പ്രത്യേകിച്ചും ഗവൺമെന്റ് സർവീസിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഈ രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ സർട്ടിഫൈ ചെയ്യണം ഈ ഡോക്യുമെന്റ് ഇതിന്റെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള പ്രിന്റ് ഔട്ട് ആണ്, ഈ കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന ഡേറ്റ തന്നെയാണ് ഈ ഫിസിക്കൽ ഫോമിൽ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നത് 65AB പ്രകാരം ഒരു സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ കോടതികളിൽ അഡ്മിസിബിൾ ആവുകയുള്ളൂ എന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന നിയമം. ഓക്കെ, എന്നാൽ BSA വരുമ്പോൾ BSAയിൽ സമാനമായ സെക്ഷൻ പറയുന്നത്, ഈ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് എവിഡൻസ്. അതിൽ പറയുന്നത് ഇപ്പോ മൊബൈലിലൊക്കെ അയക്കുന്ന വോയിസ് മെയിലുകൾ, മെസ്സേജുകൾ, അതിൻ്റെ ഒക്കെ തന്നെ പ്രിന്റ് ഔട്ടുകൾ, ഇലക്ട്രോണിക് ഡേറ്റ ഏത് ഡിവൈസിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് റീപ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ അതെല്ലാം ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രൈമറി എവിഡൻസ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഈ സെക്ഷൻ 65 പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം BSAയിലും പറയുന്നുണ്ട്. കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ, BSA പറയുന്നത് എപ്പോഴൊക്കെ ഈ ഇലക്ട്രോണിക് എവിഡൻസ് സബ്മിറ്റ് ചെയ്യണോ അപ്പോഴൊക്കെ ഈ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ എന്ന് മാത്രമല്ല, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ 65AB അപൂർവമായി സെക്കൻഡറി എവിഡൻസ് ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് വളരെ ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലുള്ള ഒരാൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ സർട്ടിഫൈ ചെയ്യണം
എന്നാണ് പറഞ്ഞതെങ്കിൽ BSc സെക്ഷൻ പറയുന്നത് ഓരോ തവണയും എപ്പോഴൊക്കെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ഈ ഡിവൈസ് കൺട്രോൾ ചെയ്യുന്ന ആ ഡിവൈസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ഡോക്യുമെന്റ്സ് അഡ്മിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോണിക് എവിഡൻസിന്റെ ഹാഷ് വാല്യൂ റെക്കോർഡ് ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഹാഷ് വാല്യൂ റെക്കോർഡ് ചെയ്യുകയും വേണം എന്നാണ് പുതുതായിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് BScയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ ജൂലൈ 1 നിലവിൽ വന്ന ഈ എവിഡൻസ് ആക്ട് ഒറ്റ നോട്ടത്തിൽ ഇലക്ട്രോണിക് എവിഡൻസിൽ വന്നിട്ടുള്ള വ്യത്യാസം ഇതാണ്. എല്ലാത്തരം ഇലക്ട്രോണിക് എവിഡൻസുകളെയും വേണമെങ്കിൽ പ്രൈമറി എവിഡൻസ് ആയിട്ട് അഡ്മിസിബിൾ ആക്കാം എന്നതാണ് ഇന്ന് എവിഡൻസ് ആക്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ത്യയിലെ നിയമങ്ങൾ രൂപപ്പെടുന്നവയാണ്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ കോടതികൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ ഹാഷ് വാല്യൂ റെക്കോർഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാവും ഫലവത്താവുക തുടങ്ങിയത് ഇനി വരുന്ന വർഷങ്ങളിലാണ് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പോകുന്നത്. അപ്പോൾ BScയെ സംബന്ധിച്ച് ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് എവിഡൻസ്. അതുകൊണ്ട് അതൊരു പ്രൈമറി എവിഡൻസ് ആയി കോടതികളിൽ അഡ്മിസിബിൾ ആണ് എന്നതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് BScയിൽ വന്ന വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.